അയാൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്താന്ന് പറഞ്ഞാൽ പിന്നെ ഭയമുള്ളവർ മുഴുവൻ തന്നെ എനിക്ക് ചുറ്റും നിൽക്കുക, ഞാൻ നിങ്ങളെ സംരക്ഷിക്കുമെന്നാണ്. ആക്ച്വലി ഇയാളാണ് ഭീരു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു സമരത്തിന്റെ മുന്നിൽ പോലും ഒരു മുന്നണി പോരാളിയായി ഇന്ന് സമരം നയിച്ചിരിക്കുന്ന ഒരാളല്ല അയാൾ. ഞങ്ങൾക്ക് പറ്റില്ല. ഞാനൊരു ചോദ്യം ചോദിച്ചായിരുന്നു, അടിയന്തരാവസ്ഥ കാലം ഓപ്പറേഷൻ നടത്താൻ ഗംഭീരനാണ് അയാൾ. ഇനി ആ തർക്കവും വേണ്ട. സ്റ്റിംഗ് ഓപ്പറേഷൻ അടിയന്തരാവസ്ഥ കാലത്ത് അയാൾ കുറച്ച് ജയിലിൽ കിടന്നിട്ടുണ്ട്. അടിയന്തരാവസ്ഥക്കാലം മറന്നിട്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നേരത്തെ RS പ്രഭാത് ചോദിക്കുകയുണ്ടായി. അടിയന്തരാവസ്ഥക്കാലം ഇദ്ദേഹം വാങ്ങിയത് ഒരു മിനിറ്റ് പിന്നെ മിസ്റ്റർ സുമേഷ്, അടിയന്തരാവസ്ഥക്കാലം ഇദ്ദേഹം വാങ്ങിയതിനേക്കാൾ എത്രയോ മാരകമായി അടി വാങ്ങിയിരിക്കുന്ന ആളുകൾ പിണറായിയിലുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കേരളത്തിലും ഇന്ത്യയിലുമുണ്ട്, സത്യമാണ്. അതെ, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഒരു മിനിറ്റ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് ഞാൻ പറയാം, ഒരു മിനിറ്റ് നിങ്ങൾ കേൾക്ക്. അയാൾ വാങ്ങിയതിന്റെ 10,000 ഇരട്ടി അടി വാങ്ങിയിട്ടാണോ ഞാൻ ഇപ്പോഴും ഈ ജീവച്ഛവമായി ജീവിക്കുന്നത്? അറിയോ നിങ്ങൾക്ക്? അയാൾ വാങ്ങിയ 10,000 ഇരട്ടി അടി അറിയോ നിങ്ങൾ? 41 ദിവസമാണ് ഞാൻ അബോധാവസ്ഥയിൽ കിടന്നത്. അറിയോ നിങ്ങൾ? വാഴപ്പുണ്ടിയുടെ അടി കൊണ്ടിട്ട് അച്ഛന്റെ ജനേന്ദ്രിയത്തിനകത്ത് പച്ച ഈർക്കിളി കയറ്റിയിട്ടുണ്ട്. അറിയാമോ നിങ്ങൾക്ക്? പച്ച ഈർക്കിളി കയറ്റിയിട്ടുണ്ട്. സി എൻ ചന്ദ്രന്റെ അച്ഛൻ സി എൻ ബാലാട്ടന്റെ ജനേന്ദ്രിയത്തിനകത്ത് പച്ച ഈർക്കിളി കയറ്റിയിട്ടുണ്ട്. അറിയോ നിങ്ങൾ? എന്നിട്ട് പോലും ഒരു അക്ഷരം ഉരിയാടാതിരിക്കുന്ന ഊശ്വരന്മാരായ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞിരിക്കുന്ന തലവ ഈ പിണറായി. അറിയോ? ഇയാളെ പോലത്തെ പടു ഭീരുവല്ല അവിടെ ഉണ്ടായത്. അറിയോ? നിങ്ങൾ എന്നെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് പഠിപ്പിക്കരുത്. ഞാൻ പഠിപ്പിക്കാൻ ആളല്ല, പക്ഷേ അങ്ങയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളുടെ